പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടഡ് കാറ്റഗറി 1 EVSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്ക് പുതിയ 20 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം. ടിഷ്യൂ കൾച്ചർ, ബഡ്ഡിംഗ്, ലെയറിംഗ്, സെറികൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അനേകം തൈകൾ നമുക്ക് ടിഷ്യൂ കൾച്ചറിലൂടെ വികസിപ്പിച്ചെടുക്കാം. സ്ഥിരവൈദ്യുതിയുടെ സാന്നിധ്യം അറിയുവാനുള്ള ഉപകരണം ഏത്? സ്ഥിരവൈദ്യുതിയുടെ സാന്നിധ്യം: ഗാൽവനോമീറ്റർ, അമ്മീറ്റർ, ഇലക്ട്രോസ്കോപ്പ്, വോൾട്ടാമീറ്റർ. കറക്റ്റ് ആൻസർ ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ ഗാൽവനോമീറ്റർ ഒരു സർക്യൂട്ടിലെ നേരിയ കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണമാണ്. അമ്മീറ്റർ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വോൾട്ടാമീറ്റർ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു. ഇലക്ട്രോസ്കോപ്പ് എന്താണ്? ഒരു വസ്തുവിലെ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്ന ആദ്യകാല ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. താഴെ തന്നിരിക്കുന്ന ഏകകങ്ങളിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്: ആംബിയർ, ന്യൂട്ടൺ, കെൽവിൻ, കാൻഡില. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ന്യൂട്ടൺ ആണ്. അതായത് ആംബിയർ എന്ന് പറഞ്ഞാൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ്. ന്യൂട്ടൺ ശക്തിയുടെ യൂണിറ്റാണ്, ബലത്തിൻ്റെ യൂണിറ്റാണ്. കെൽവിൻ താപനിലയുടെ SI യൂണിറ്റാണ്. കാൻഡില എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റാണ്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ന്യൂട്ടൺ ആണ്. കാരണം എന്താണ്? അപ്പോൾ അടിസ്ഥാന SI യൂണിറ്റുകളാണ് ആംബിയർ, കെൽവിൻ, കാൻഡില ഒക്കെ. ന്യൂട്ടൺ SI ഡിറൈവ്ഡ് യൂണിറ്റാണ് ന്യൂട്ടൺ. അപ്പോൾ ഈ ബേസിക് യൂണിറ്റ് വെച്ചിട്ട് ഡിറൈവ് ചെയ്യുന്ന യൂണിറ്റുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. അപ്പോൾ ആംബിയറും കെൽവിനും കാൻഡിലൊക്കെ SI യൂണിറ്റുകളാണ്. അത് വെച്ച് ഡിറൈവ് ചെയ്യുന്ന യൂണിറ്റുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. അതാണ് ന്യൂട്ടൺ. അതുകൊണ്ടാണ് അതിൽ ഗ്രൂപ്പിൽ പെടാത്തത്. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 kg m/s². ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയിലെ എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഹരിതഗൃഹ പ്രഭാവവും അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഏതാണ്? കറക്റ്റ് ആൻസർ ട്രോപ്പോസ്ഫിയർ. ഭൂമിയിലെ എല്ലാ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ അനുഭവപ്പെടുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യയം, ടിഷ്യൂ കൾച്ചർ, പതിവയ്ക്കൽ, ഇടവിള കൃഷി. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ബ്രിട്ടൻ, റഷ്യ, ചൈന, ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അതുപോലെ അതിൻ്റെ ഓപ്ഷൻസ് പറയുന്ന നേരം കൊണ്ട് നിങ്ങൾ ആൻസർ ഏതെങ്കിലും നോട്ട്ബുക്കിലോ പേപ്പറിലോ ഒക്കെ മാർക്ക് ചെയ്യണം. പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് എന്ന് നോക്കാം. അപ്പം നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ. അപ്പം നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ വളരെ കുറവാണ് മാർക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാം.
ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യമേത്? അരയാൽ, കുറുന്തോട്ടി, തെച്ചി, തുളസി. ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യമാണ് തുളസി. ഫലങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജി, സിസ്റ്റമോളജി, പെർഫ്യൂഷനോളജി, സുവോളജി. ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജിയാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത്? അരി, ഗോതമ്പ്, കരിമ്പ്, പരുത്തി. അപ്പോൾ താഴെ ഖാരിഫ് വിളയാണ് അരിയും കരിമ്പും പരുത്തിയും. അപ്പോൾ താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏതാണ്? ഗോതമ്പാണ്. ഗോതമ്പ് റാബി വിളയാണ്. മീനമാറ്റ രോഗവുമായി ബന്ധപ്പെട്ട വിഷലോഹം ഏതാണ്? ആഴ്സനിക്, കാഡ്മിയം, മെർക്കുറി, സിങ്ക്. മീനമാറ്റ രോഗവുമായി ബന്ധപ്പെട്ട വിഷലോഹമാണ് മെർക്കുറി. മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഹെപ്പറ്റൈറ്റിസ്, എക്കോലൈ, ട്യൂബർക്കിൾ ബാസിലസ്, ആന്ത്രാസിസ്. മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന രോഗകാരി ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ വിവിധ കാരണങ്ങളാൽ കരളിനുണ്ടാകുന്ന വീക്കവും തന്മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയുമാണ് ഹെപ്പറ്റൈറ്റിസ്. സ്കർവി ഒരു പോഷകാഭാവ രോഗമാണ്. ഏതു വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി രോഗം ഉണ്ടാകുന്നത്? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വിറ്റമിൻ സി, വൈറ്റമിൻ കെ. സ്കർവി ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ സി. താഴെ പറയുന്നവയിൽ ജലജന്യ രോഗം ഏത്? ക്ഷയരോഗം, ടൈഫോയിഡ്, മലേറിയ, ഡിഫ്തീരിയ. ജലത്തിൽ കൂടെ പകരുന്ന രോഗമാണ് ഏതാണ്? ടൈഫോയിഡാണ് കറക്റ്റ് ആൻസർ. വർഗീകരണത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗം മോണിറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, അനിമേലിയ. വർഗീകരണത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗമാണ് മോണിറ. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ മുൻപത്തെ ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താഴോട്ട് പതിക്കുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നതിന് കാരണം? പ്രതലബലം, വായുമർദ്ദം, കൊഹീഷൻ ബലം, അഡീഷൻ ബലം. താഴോട്ട് പതിക്കുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നതിന് കാരണം വായുമർദ്ദമാണ്. മാർബിൾ കഷ്ണങ്ങൾ ആസിഡിലിട്ടാൽ ലഭിക്കുന്ന വാതകത്തിൻ്റെ സ്വഭാവം ചുവടെ നൽകുന്നവയിൽ ഏതാണ്? സ്വയം തീ പിടിക്കും, തീ കെടുത്താൻ സഹായിക്കും, തീ കത്താൻ സഹായിക്കും. ഇവയൊന്നുമല്ല. മാർബിൾ കഷ്ണങ്ങൾ ആസിഡിലിട്ടാൽ ലഭിക്കുന്ന വാതകത്തിൻ്റെ സ്വഭാവം ഏതാണ്? തീ കെടുത്താൻ സഹായിക്കും എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ മാർബിൾ എന്താണ്? രാസപരമായി കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ഇപ്പോൾ ആസിഡിലിട്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലൊക്കെ മാർബിൾ കഷ്ണം അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകതയാണ് എന്ത്? തീ കെടുത്താൻ സഹായിക്കും. അപ്പോൾ മാർബിൾ കഷ്ണങ്ങൾ ആസിഡിലിട്ടാൽ ലഭിക്കുന്ന വാതകം ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്വഭാവം തീ കെടുത്താൻ സഹായിക്കും എന്നതാണ് കറക്റ്റ് ആൻസർ. ചുവടെ നൽകുന്നവയിൽ ഏതിലാണ് ഫോമിക് ആസിഡ് കാണപ്പെടുക? ആപ്പിളിൽ, ഉറുമ്പിൻ്റെ ശരീരത്തിൽ, വിനാഗിരിയിൽ, നാരങ്ങാനീരിൽ. ആപ്പിളിലുള്ള ആസിഡ് ഏതാണ്? മാലിക് ആസിഡാണ്. വിനാഗിരിയിലുള്ളത് അസറ്റിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്. അപ്പോൾ ഫോമിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുക? ഉറുമ്പിൻ്റെ ശരീരത്തിൽ എന്നതാണ് കറക്റ്റ് ആൻസർ. മൊസൈക്ക് രോഗം ബാധിക്കുന്ന വിള? ചേന, മരച്ചീനി, വാഴ, നെല്ല്. മൊസൈക്ക് രോഗം ബാധിക്കുന്ന വിളയാണ് മരച്ചീനി. സസ്യകോശങ്ങളുടെ ടോട്ടിപൊട്ടൻസി എന്ന കഴിവിനെ ഉപയോഗപ്പെടുത്തുന്ന കായിക പ്രജനന രീതി? എന്താണ് ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞാൽ? അനുകൂല സാഹചര്യങ്ങളിൽ സസ്യങ്ങളുടെ കോശങ്ങൾക്കും കലകൾക്കും വളരാനുള്ള കഴിവുണ്ട്. ഇതാണ് ടോട്ടിപൊട്ടൻസി എന്നറിയപ്പെടുന്നത്. വളരാൻ കഴിവുള്ള ഏതൊരു സസ്യകോശത്തിനും അനുകൂല സാഹചര്യം കിട്ടിയാൽ പുതിയ ഒരു സസ്യമായി വളരാനുള്ള കഴിവുണ്ട്. ഈ സ്വഭാവത്തെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ടോട്ടിപൊട്ടൻസി എന്ന കഴിവിനെ
ഉപയോഗപ്പെടുത്തുന്ന കായിക പ്രജനന രീതിയാണ് ബഡ്ഡിംഗ്, കൊമ്പ് മുറിച്ച് നടൽ, ടിഷ്യൂ കൾച്ചർ, ഗ്രാഫ്റ്റിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? ടിഷ്യൂ കൾച്ചറാണ്. ടിഷ്യൂ കൾച്ചർ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹേബർലാൻഡാണ് ടിഷ്യൂ കൾച്ചർ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. മണ്ണിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയ. മണ്ണിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയ. റൈസോബിയം, അസറ്റോബാക്ടർ, സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം. റൈസോബിയം പയറുവർഗ്ഗം ചെടികളുടെ വേരുകളിൽ വസിക്കുന്ന ബാക്ടീരിയ അല്ലേ. മണ്ണിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നാളെ നമുക്ക് വീണ്ടും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിനു മുമ്പ് ഇന്ന് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. കേട്ടിട്ട് കിട്ടുന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടി തന്നെ മുന്നോട്ട് പോവുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.